ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിഖില വിമലിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ റിയലിനെ നോക്കുകയാണെങ്കിൽ നിഖില വിമൽ എന്ന് തന്നെയാണ്. പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ ആക്ട്രസ് എന്നതിലുപരി ഡാൻസറും കൂടിയാണ്. ഏജ് നോക്കുകയാണെങ്കിൽ 1994 മാർച്ച് 9 ജനനം. 2024 ഏജ് 30 വയസ്സാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് പ്ലേസ്. ഫാമിലിയിലേക്ക് വരുമ്പോൾ പവിത്രൻ എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് കലാമണ്ഡലം വിമലാദേവി എന്നാണ്. അഖില വിമൽ എന്നാണ് സഹോദരിയുടെ പേര്. ഇനി എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ തളിപ്പറമ്പുള്ള സാർ സയ്യിദ് കോളേജിൽ നിന്നാണ് നിഖില വിമൽ തൻ്റെ കോളേജ് പഠനം പൂർത്തിയാക്കിയത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ BSc ബോട്ടണി. കരിയർ നോക്കുകയാണെങ്കിൽ നിഖില വിമൽ തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാലോൺ TVയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സെൻറ്റ് അൽഫോൺസ എന്ന ഡോക്യുമെൻ്ററിയിൽ അഭിനയിച്ചുകൊണ്ടാണ്. ഇനി ആദ്യമായി അഭിനയിച്ച ഫിലിം നോക്കുകയാണെങ്കിൽ 2009 പുറത്തിറങ്ങിയ ഭാഗ്യദേവതയാണ്. 2015 പുറത്തിറങ്ങിയ ലവ് 24/7 ആണ് ആദ്യമായി ലീഡ് റോൾ ചെയ്ത സിനിമ. 2016 പുറത്തിറങ്ങിയ വെട്രിവേലാണ് ആദ്യ തമിഴ് ഫിലിം. ആദ്യ തെലുങ്ക് ഫിലിം നോക്കുകയാണെങ്കിൽ 2017 പുറത്തിറങ്ങിയ മേഡ മേഡ അബൈയാണ്. ഇതുകൂടാതെ 2021 സേ നോ ടു ഡൗറി എന്ന ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ വർഷം പുറത്തിറങ്ങിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിലാണ് നിഖില വിമൽ അവസാനമായി അഭിനയിച്ചിരിക്കുന്നത്. ഇനി അവാർഡ്സ് നോക്കുകയാണെങ്കിൽ കേരള കൗമുദി ഫ്ലാഷ് മൂവീസിൻ്റെ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസിനുള്ള അവാർഡ് 2019 സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം തന്നെ വനിതാ ഫിലിം അവാർഡ്സിൻ്റെ ബെസ്റ്റ് സ്റ്റാർ പെയറിനുള്ള അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഹോബീസ് നോക്കുകയാണെങ്കിൽ ഡാൻസിങ്ങും ട്രാവലിങ്ങുമാണ്. ടൊയോട്ടയുടെ ഹൈ റൈഡറാണ് നിഖില വിമലിൻ്റെ കാർ. ഇൻസ്റ്റാഗ്രാമിൽ 726 പോസ്റ്റുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പോസ്റ്റുകളിൽ നിന്നും 15 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. 264 പേരെ ഫോളോ ചെയ്യുന്നുമുണ്ട്. ഫേസ്ബുക്കിലാകട്ടെ 16 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതേപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.